ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം നമ്മുടെ പുതിയ ഡിപ്പോ ഉണ്ടല്ലോ, കെ എസ് ആർ ടി സിയുടെ പുതിയ ഡിപ്പോയിൽ നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്ക് ഇന്ന് ബസ് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. ഡിപ്പോ നല്ല അടിപൊളിയായിട്ട് പുതിയ ഡിപ്പോ എല്ലാം തുറന്നിട്ടുണ്ട്. പക്ഷേ ബസ്സില്ല. ബസ് അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ ലേറ്റായി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബസ് കാത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ലേശം നേരം അരമണിക്കൂറിന് മേലെ നിന്നപ്പോഴേക്കും ബസ് വന്നു. ബസ് ഇതേ വരുന്നു, നമ്മുടെ ബസ്, നമ്മുടെ ആനവണ്ടി അതാ വരുന്നു. അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി നമ്മൾ. ആ ബസ്സിന് നമ്മൾ പാലക്കാടിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ. പാലക്കാടിലേക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ ബസ് അവിടുന്ന് ഇറങ്ങുന്നതും ഇതേ അടുത്ത പാലക്കാടൻ വണ്ടി ബാക്കിൽ. കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കണ്ണടച്ച് നോക്കുമ്പോൾ എവിടെയോ എത്തിയിരിക്കുന്നു ബസ്. പാലക്കാടൻ ബസ് ഏതോ റോട്ടിൽ വന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായത്, അങ്ങാടിപ്പുറത്ത് വർക്ക് നടക്കുന്നത് കൊണ്ട്, റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് ആനക്കയം വഴിയാണ് ഈ ബസ്സുകളെല്ലാം വരുന്നത്. പക്ഷേ മുടിഞ്ഞ ട്രാഫിക്, വണ്ടി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പെട്ടു. അങ്ങനെ കുറേ പെട്ടു. അവസാനം പിന്നെ എന്ത് ചെയ്തു, 9 മണിക്ക് കയറിയ ബസ്, 9 മണിക്ക് ഞാൻ മലപ്പുറത്ത് നിന്നും കയറിയ ബസ് പെരിന്തൽമണ്ണ എത്തിയപ്പോൾ 1:50 പിന്നെ അന്നത്തെ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തു. കോയമ്പത്തൂർ പോക്ക് നിർത്തി. എന്നാൽ പിന്നെ അങ്ങാടിപ്പുറത്തൊന്ന് പോയി നമ്മൾ ആ വർക്കൊക്കെ ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ച് പെരിന്തൽമണ്ണെന്ന് അങ്ങാടിപ്പുറം പാലത്തിൻ്റെ ഇപ്പുറത്ത് ബസ് വന്നിറങ്ങി പാലത്തിലൂടെ നടന്ന് ഇങ്ങനെ മന്ദം ഇങ്ങനെ നടന്ന് പോയി. ഫുള്ള് ക്ലോസാണ് ആ പാലം. പിന്നെ പാലത്തിൻ്റെ അടിയിലൂടെയും അല്ലെങ്കിൽ മേൽക്കൂടെ ഒന്നും ഒരു വണ്ടിയും പോകുന്നതല്ല. 2 ഭാഗം ക്ലോസ് ആക്കിയിട്ട് അങ്ങാടിപ്പുറം നമ്മുടെ MESക്ക് പോകുന്ന ആ റോഡ് അത് തുറന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പുറം പാലത്തിൻ്റെ ഇപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന പാലത്തിൻ്റെ ഇപ്പുറം തുറന്നിട്ടുണ്ട്. ഞാൻ എന്നാൽ കുറച്ച് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോന്നു. എന്തായാലും കോയമ്പത്തൂർ പോക്ക്, ഇന്നത്തെ പോക്ക് മിസ്സായി. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു കുളമാണ് കേട്ടോ. ആ കുളമാണത്. തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രക്കുളമാണത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടന്ന് താഴോട്ട് ഇങ്ങനെ പോയി നമ്മളെ വർക്ക് നടക്കുന്ന ആ സ്ഥലത്തിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ ക്ഷേത്രം കേട്ടോ. വർക്ക് നടക്കുന്ന സ്ഥലം ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നു. താഴെ നമ്മൾ മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ പാലം തുടങ്ങുന്ന അവിടെയാണ് ശരിക്കും വർക്ക് നടക്കുന്നത്. വർക്കൊക്കെ നല്ല ഫാസ്റ്റിൽ നടക്കുന്നുണ്ട്. നല്ല തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇൻ്റർലോക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇൻ്റർലോക്ക് കുറേ ആളുകൾ ഇതിനെ ഈ റോഡ് മഴ പെയ്ത് കാരണം ആകെ റോഡ് കുഴിയായതിന് ശേഷം കുറേ ചീത്തയൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ഇപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. മഴക്കാലമാകുമ്പോൾ റോഡ് പൊളിയുന്നൊക്കെ ചെയ്യും. ഇതാണ് അവസ്ഥ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം.